ഇത്രയും കാലം നിങ്ങൾക്ക് സാധ്യമാകാത്തത് സംഭവിക്കണം എന്ന് തന്നെയാണ് കൂട്ടി വായിക്കേണ്ടത്. മാറാത്തത് ഇനി മാറും എന്ന് എൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെയും മാറാഞ്ഞത് ഇനി ഞങ്ങൾ മാറ്റും എന്ന് നിങ്ങൾ എതിരൊലിയായി സംഘത്തോടെ വിളിച്ച് പറയണം. അത് നിങ്ങളുടെ വോട്ടിംഗ് നിശ്ചയത്തിലുണ്ടാകും. മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വരി കുറിക്കേണ്ടത് നിങ്ങളാണ്. അത് ഈ ഹൃദയവിരൽ ചാർത്തി മണ്ണിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായാലും ശരി തന്നെ ഈ മണ്ണിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഈ മണ്ണിന് മേലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉറപ്പുവരുത്തലാണ് നിങ്ങൾ ഇത്തവണ ഉറപ്പായിട്ട്. അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ 82 വർഷമായിട്ട് ഇതാണ് അവസ്ഥയെന്ന് എന്നോട് പറയാൻ പാടില്ല, അല്ലേ? ഒരുപക്ഷെ എല്ലാവരും വരും, പക്ഷേ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിടത്തും എനിക്കൊരു മറുപടി പറയേണ്ടി വന്നു. ഞങ്ങൾ ഇതുവരെ വന്നില്ല, ഞങ്ങളെ വരുത്തും എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. കസ്തൂരിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വ്യക്തിയാണ് പ്രധാനം. ആ വ്യക്തി പുതിയൊരു ഗേഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗേഹത്തിൻ്റെ ബലവും ആ ഗേഹത്തിൻ്റെ നിർവഹണ ശക്തി വഴി അദ്ദേഹത്തിന് ഒരു വലിയ കാര്യകർത്താവായി മാറാൻ സാധിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം വഴി നിങ്ങൾക്ക് ഭരണത്തിൻ്റെ പേരിൽ ഉണ്ടാവേണ്ട ഇത്രയും കാലം ലഭിക്കാത്തത് എല്ലാം ലഭിക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു വലിയ സ്വപ്നമുണ്ട്. ഒളിമ്പിക്സ് കൊണ്ട് ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് ഇന്ത്യയിലെ ഒരു പൗരൻ പോലും ചിന്തിക്കില്ല. ഓരോ പൗരനും ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് കാര്യമുണ്ട്. ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോളിന് ഫിഫ എത്ര രാജ്യങ്ങളാണ് മത്സരരംഗത്തുള്ളത്? 4 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഫിഫയ്ക്ക് വേണ്ടി എത്ര മത്സരമാണ്, ബിഡിംഗ് ഉണ്ട്. ഇതിന് ചില സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഒളിമ്പിക്സിന്റെ പേരിൽ നടക്കുന്ന കായിക ഇനങ്ങൾ, സ്പോർട്സ് ഇനങ്ങൾ, ഇതിലൊന്നും പൗണ്ട് കോളനിക്ക് പങ്കില്ല, അല്ലെങ്കിൽ പൗണ്ട് കോളനിക്ക് ഇതിൽ നിന്ന് പങ്കുപറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന വിചാരം ഇവിടുത്തെ ഒരു സമ്മതിദായകൻ പോലും, അതിലെ തന്നെ പുതിയ തലമുറ അങ്ങനെ വിചാരിക്കാൻ പാടുള്ളതല്ല. വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു അടുത്ത യുഗത്തിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു വലിയ ആയുധമായിട്ടായിരിക്കും ഇന്ത്യയിൽ 36-ൽ, അതുമല്ലെങ്കിൽ 40-ൽ. പ്രധാനമന്ത്രി പറയുന്നു 36-ലേക്കാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഇപ്പോഴത്തെ നിലയിൽ സജ്ജമല്ല, ഞങ്ങൾക്ക് സജ്ജമാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷന്റെ സ്വപ്നത്തെ അവഹേളിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയാണ് മീറാൻ സാധിക്കേണ്ടത്. ഇത്തവണ 2036-ൽ ഒളിമ്പിക്സ് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയെയും പട്ടണത്തെയും അതുപോലെ തന്നെ മറ്റ് 13 ജില്ലകളെയും സജ്ജമാക്കി എടുക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വപ്നത്തിലുള്ളതെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണം. ആ വ്യാഖ്യാനം നിങ്ങളിൽ എത്തിക്കാനും നിങ്ങളുടെ മനസ്സിൽ പതിവാകാതിരിക്കാനുമുള്ള ശ്രമമാണ് ഇത്തരം വക്രീകരണങ്ങൾ വഴിയും കുത്തിത്തിരിപ്പ് വഴിയും ഒക്കെ. വലിയ വകുപ്പിന്റെ മന്ത്രിയാണ്, അങ്ങനെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്ത്രം മാത്രമാണ്. നമുക്ക് മറ്റുള്ള ഒരു വിഷയങ്ങളും നിങ്ങൾ ഇപ്പോഴാലോചിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്നതായ വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ വോട്ടിംഗ് നിശ്ചയത്തെ മാറ്റിമറിക്കേണ്ടത്. അത് പങ്കുവയ്ക്കൽ മാത്രമേ നടക്കൂ. ഈ ദുഷ്കർമ്മങ്ങളിൽ കേമനാര് എന്ന് പറയുന്ന വിലയിരുത്തല് നിങ്ങൾക്ക് അതുവഴി സാധ്യമാകും. നമുക്ക് ദുഷ്കൃത്യങ്ങളിലെയും ദുഷ്കർമ്മങ്ങളിലെയും കേമനയല്ല നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ കേമനല്ലാത്ത ആളിനെയും അല്ല തിരഞ്ഞെടുക്കേണ്ടത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ പുതിയ ഒരു കുറിപ്പെഴുതുന്ന ഒരു സംവിധാനം വരണം. താമര ചിഹ്നത്തിൽ
വോട്ട് ചെയ്ത് കസ്തൂരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് കോർപ്പറേഷൻ ഭരിക്കുന്ന സംഘത്തിലേക്ക് എത്തിക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.